ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഞങ്ങളുടെ ഒരു കുഞ്ഞി ഷോർട്ട് വെക്കേഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ടായിട്ടുള്ള ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇതിനുള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം റിയൽ പ്ലാന്റ്സും ട്രീസൊക്കെയാണ് കേട്ടോ. ഇതിനുള്ളിൽ വലിയൊരു ഗാർഡൻ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് എയർപോർട്ടിനുള്ളിൽ തന്നെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. പല വെറൈറ്റി ഓഫ് മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സ്ഥലം. ഇതുവരെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ശ്രീനഗറിലേക്കാണ് പോകുന്നത്. നമ്മൾ കാശ്മീരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോഴും കാശ്മീരിൽ ശരിക്കും ഓട്ടം സീസണാണ്. സ്നോ ടൈമിലായിരുന്നു നമ്മൾ ജോർജിയൊക്കെ വിസിറ്റ് ചെയ്തത്. ഇതിനു മുന്നേ നമ്മൾ മണാലിയൊക്കെ വിസിറ്റ് ചെയ്തത് സ്നോ ഉള്ള ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓട്ടം സീസണിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. ഇലകളൊക്കെ മഞ്ഞിച്ച് ഈ നേച്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം ചൂസ് ചെയ്തത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈം ഈ നവംബർ ഫസ്റ്റ് വീക്കാണ് കേട്ടോ. ഓട്ടം സീസൺ ആണെങ്കിലും മഞ്ഞുമലകളൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ മഞ്ഞുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് കയറി. മുഗൾ ദർബാർ എന്നാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കശ്മീരി പുലാവ്, മട്ടൻ കറി, ചിക്കൻ കറി അതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ള ഡാൽ ലേക്ക്. ഇന്ന് നമ്മൾ ഡാൽ ലേക്കിലൂടെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഷിക്കാര റൈഡിൻ്റെ ഇടയിലൂടെ ഒരുപാട് കച്ചവടക്കാർ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളെടുത്ത് വരും. അവരുടെ ഓർണമെൻറ്റ്സ്, ഫുഡ് ഐറ്റംസ്, കാവ ഇതൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഈ റൈഡിൻ്റെ ഇടയിലൂടെ. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ കാവ. രണ്ട് വശത്തുമായിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ എവിടെ ഇല്ലാത്ത ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഈ ഒരു ഡാൽ ലേക്കിലുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ലോട്ടസ് ഗാർഡൻ. ലോട്ടസ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും കാണാൻ. ഷിക്കാര റൈഡിന് എപ്പോഴും സൺസെറ്റ്, സൺറൈസ് ടൈമൊക്കെ ബെസ്റ്റായിരിക്കും. ഈ ഒരു സമയം സൺസെറ്റാണ്. കാശ്മീർ നമ്മൾ വന്നാൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒരു ഷിക്കാര റൈഡ്. ആ ഒരു തണുപ്പത്ത് നല്ല കാവയൊക്കെ കുടിച്ച് സൺസെറ്റൊക്കെ കണ്ട് അടിപൊളി വൈബാണ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹൗസ് ബോട്ട്. അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അവർ കുക്ക് ചെയ്ത് തന്നിരുന്നു. ഞങ്ങൾ താമസിച്ച ഹൗസ് ബോട്ടിൻ്റെ മോർണിംഗ് ഡാൽ ലേക്ക് വ്യൂ ആണ് കേട്ടോ അത്. ഈ ഒരു ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അവിടുത്തെ ഈ കുഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഷിക്കാരയിൽ വന്നിട്ട് നമ്മളോട് അത് വേണോ ഇത് വേണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. മോർണിംഗ് സൺറൈസും കണ്ട് താമസിച്ചിരുന്ന ഹൗസ് ബോട്ടിനോട് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി.